ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ സ്റ്റേൻ്റെ വ്ളോഗായിട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതും അല്ലയിലുള്ള ഒരു ഹോട്ടൽ സ്റ്റേ ആണ്. ഞാൻ ഒരുപാട് ഹോട്ടൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അല്ലയിൽ ഞാൻ ആദ്യമായിട്ടാണ്, അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഹോട്ടൽ സ്റ്റേക്ക് പോകുന്നത്. അതും എവിടെയെന്നറിയോ, ഇതൊരു മൗണ്ടെയിൻ്റെ ഉള്ളിലാണ്. അല്ലയിലുള്ളവർക്ക് അറിയാം, ജബൽ ലഫീത്ത് എന്നുള്ള ഒരു മൗണ്ടെയിൻ ഉണ്ട്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടെയിൻ ആണ് ജബൽ ലഫീത്ത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ജബൽ ലഫീത്തിൽ റോട്ടിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ലാർജസ്റ്റ് മൗണ്ടെയിന് ജബൽ ജെയ്സ് ആണ് റാസൽ ഖൈമയിലുള്ളത്. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഹെയർപിൻ പോലെ ഇങ്ങനെ കയറി അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തും. ആ ടോപ്പിലെത്തിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. നമ്മൾ അല്ലയിൽ മൊത്തം കാണാം. അതും എപ്പോഴാണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ ടൈമിൽ നമ്മൾ പോയാൽ അടിപൊളി വ്യൂ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ എന്നാൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ മെർക്യൂർ ഹോട്ടൽ എന്നാണ്, മെർക്യൂർ ഗ്രാൻഡ് ഹോട്ടൽ എന്നാണ് കേട്ടോ. അപ്പോൾ രണ്ട് മൗണ്ടെയിൻ്റെ ഇടയിൽ ഒരു റോഡുണ്ട്. അപ്പോൾ ആ റോഡിലൂടെ പോയാൽ നമുക്ക് ഹോട്ടൽ കാണാം. ചില ആൾക്കാർക്കൊന്നും അല്ലയിൽ ഇങ്ങനെ ഒരു മൗണ്ടെയിൻ്റെ ഉള്ളിലൊരു ഹോട്ടൽ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഞങ്ങൾ ജബൽ ലഫീദിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പോഴാണെന്ന് വെച്ചാൽ ഈവനിങ്ങിൽ ഒരു 3 o'clock ആയപ്പോഴാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ഇതാ പാർക്കിംഗ് ചെയ്ത് നമ്മളിതാ ലഗേജൊക്കെ എടുത്തിട്ട് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പാർക്കിങ്ങിന് വേറെ അണ്ടർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മുകളിൽ പാർക്കിംഗ് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, അതിൻ്റെ അണ്ടർ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഒക്കെ ഇഷ്ടം കണക്കിലുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ലഗേജ് എടുത്തിട്ട് ഞങ്ങളിതാ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെക്ക് ഇൻ ചെയ്യാൻ. അങ്ങനെ അതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ബേഡ്സിൻ്റെ ഒരു കൂടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നെയിലയും ഹാലയും അതിനൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ ഇതാ കണ്ട കാഴ്ചയാണ്, ഫുൾ ഗ്രീനറി ആട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇതാ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കീയൊക്കെ തന്ന്. അപ്പോൾ ഇതാ ഞങ്ങൾ ഫ്ലോറ് 3ാമത്തെ ഫ്ലോറിലാണ്. ഇതൊരു 6 ഫ്ലോറുള്ള ഒരു 6 or 7 തോന്നുന്നു ഒരു ഹോട്ടലാണ് കേട്ടോ. എന്നാലും അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ലിഫ്റ്റിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഏതൊക്കെ ഫ്ലോറിൽ എന്തെല്ലാം ഉണ്ട്, ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ റൂം എത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. റൂമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കേട്ടോ. പല ഹോട്ടലും പല ഇൻറ്റീരിയലാണ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊന്നല്ല അവർക്ക് മെയിനായിട്ടുള്ള അവർക്ക് പൂളിൽ കുളിക്കണം, ഇറങ്ങണം, അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇതാ റൂമിൻ്റെ കേട്ടൻ നിൽക്കിയപ്പോഴുള്ള കാഴ്ചയാണ്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ പോയത് നവംബർ ആ ഒരു മന്തിലാണ്. ആ ഒരു തണുപ്പുള്ള ആ ഒരു മന്തിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൂളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂൾ തന്നെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു സൈഡിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് അവിടെ. ഹാലതാ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നീന്താൻ പോകാനാണ്. അപ്പോൾ ഇതാ നമ്മൾ പൂളിലേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിട്ട് പൂളിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ പൂളിൻ്റെ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഇതാ നെയിലൊക്കെ വെള്ളത്തിലിറങ്ങി നീന്തുന്നുണ്ട്. നെയിലൊക്കെ നീന്തലിൻ്റെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള പഠിച്ചിട്ടില്ല, എന്നാലും ബേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3 ഐറ്റം പൂളാണുള്ളത്. ഇതേപോലെ സ്ലൈഡ് ചെയ്യുന്ന ഒരു പൂളുണ്ട്. പിന്നെ ചെറിയ മക്കൾക്ക് മീൻസ് വല്ലാണ്ട് ആഴില്ലാത്തൊരു പൂളുണ്ട്. പിന്നെ ഒരു സൈഡ് ഭയങ്കര ആഴമാണ്, അതായത് 2 മീറ്ററോളം വെള്ളം വരുന്ന, ഒരാൾ മുങ്ങുന്നത്ര വെള്ളം വരുന്ന ഒരു പൂളുണ്ട് കേട്ടോ. അങ്ങനെ 3 പൂളാണ് ഇവിടെ ഉള്ളത്.
പിന്നെ ഇതാ അടുത്ത പൂളാണിത്. ഇത് ഇങ്ങനെ എന്താണ് സ്ലോപ്പായിട്ട് പോകുന്നതാണ് കേട്ടോ. കാരണം ആഴം കുറഞ്ഞ് പിന്നെ കൂടി കൂടി അങ്ങനെ പോകുന്നതാണ്. ഇവിടെ പിന്നെ ഇതാ ബാറൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഓർഡർ ആക്കാം. പക്ഷെ അതിന് എക്സ്ട്രാ ചാർജൊക്കെ ഉണ്ട് കേട്ടോ, അവർ ഈടാക്കുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത പൂളാണിത്. ഇത് ചെറിയ മക്കൾക്കൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഇതാ ജക്കോസി പോലെ അവർ സെറ്റാക്കിയിട്ടുണ്ട്, ആ ഒരു ബബിളൊക്കെ പോലെ ഉള്ളത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അത്. അപ്പോൾ അത് അതിൻ്റെ താഴെയുള്ള ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ താഴത്ത് നല്ല വ്യൂ ആട്ടോ കാണാൻ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര രസമാണ് കാണാനിട്ടോ. ഒരു നമ്മളല്ലെങ്കിൽ ഗ്രീൻ സിറ്റി എന്നല്ല അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പച്ചപ്പും ആ ഒരു എന്താ പറയുക മലകൾക്കിടയിലാണല്ലോ ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര രസമാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യണം. പിന്നെ ഇതാ പൂള് വന്നതിന് ശേഷം ഞങ്ങൾ ഇത് അങ്ങനത്തെ സംഭവം അവിടെ കണ്ടുട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് അവിടെ പോയാൽ സൺസെറ്റും സൺറൈസും ഒക്കെ അടിപൊളിയായിട്ട് കാണാം. പിന്നെ എന്താണ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ദെൻ ഹലത ഓടിപ്പോയിട്ട് അവിടെ ഏതൊരു കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇരിക്കാനൊക്കെ പറ്റിയൊരു സീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൂളിൽ നിന്ന് വന്നിട്ട് ഇതാ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നല്ല കോഫിയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ കേട്ട മാറ്റിയപ്പോൾ പൂളിൻ്റെ അവിടുത്തെ വ്യൂ ആണിട്ടത്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ വേറെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, തഞ്ഞൂറ ഡാൻസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഫുഡുണ്ട്, പക്ഷെ നമ്മൾ ഫുഡ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒന്ന് നൈറ്റ് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. നമ്മൾ പോയിട്ടുള്ള റെസ്റ്റോറൻറ്റ് എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ, നൂർ കോഹിനൂർ റെസ്റ്റോറൻ്റ് ആണ്. അല്ലെങ്കിലുള്ളവർക്കൊക്കെ അറിയണ്ടായിരിക്കും, അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്, സനയ ഭാഗത്താട്ടോ. അങ്ങനെ ഇതാ അവിടുന്ന് മിഠായിയൊക്കെ പിടിച്ചിട്ട് ഇതാ രണ്ടാളും ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുഡ് കഴിച്ചതിന് ശേഷം നെയിലഹാലൊക്കെ ഇടുന്ന് തുടങ്ങിയിട്ട് നീന്തി ക്ഷീണമാണ് കേട്ടോ. പിന്നെ ഇതാ രാവിലായി നമ്മൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 7:30 മുതൽ 9:30 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകണം. അങ്ങനെ എന്താ ഞാൻ ബാൽക്കണിയിൽ പോയി നിന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ടോ, രാവിലത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഒരു സൈഡിൽ പ്ലേ ഏരിയ അവർ സെറ്റാക്കിയിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാൻ. പൂൾ ഓപ്പൺ ആവുന്നത് 9 o'clock ആവും തോന്നുന്നു കേട്ടോ. ആ ഒരു ടൈമിലാണ് പൂൾ ഓപ്പൺ ആവുന്നത്. അങ്ങനെ എല്ലാവരും എണീറ്റതാ ഞാൻ ഫ്രഷായി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടെ. അത് ഹല നെയിലൊക്കെ എണീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ഭാഗത്ത് ഇവിടെ ചട്നിയും സാമ്പാറും ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഫുഡുള്ളൂ. ബാക്കിയൊക്കെ എന്താണ് ഈ ഇതേപോലെ സോസേജും അതുപോലെ തന്നെ പാൻ കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുകയാട്ടെ, എന്തെല്ലാം ഉണ്ട് ഇവിടെ എന്നുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞങ്ങളിങ്ങനെ പോയി നോക്കുകയാണ്. പിന്നെ അത് അവിടെ ഗോൾഫൊക്കെ കളിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു.
നല്ല തണുപ്പും നല്ല കാറ്റുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ. പിന്നെ അത് ഈ കുഞ്ഞു കുഞ്ഞു കാണുന്നത് ഈ അല്ലയിലുള്ള വില്ലാസുകളാണ് കേട്ടോ. ഇങ്ങനെ ഒരേപോലെയുള്ള ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഇത് കാണുന്നത്. പിന്നെ അതാ ഇവിടെ ഒരു അൽഖൈമ എഴുതിയ ഒരു കഫേയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈവനിങ്ങിലാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് എന്താണ് താഴത്തെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് അവിടെ ഇരിക്കാം കേട്ടോ. ഇതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. പിന്നെന്താണ് ഇത് നോക്കിയ ഗ്രാസ് സെറ്റ് ആനൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ആനക്കുട്ടി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ ഇതാ ഒരു സൈഡ് പ്ലേ ഏരിയ ആണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാ നെയിലി ഹാലി അവിടെ പോയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അതാ ഞങ്ങൾ പുറത്ത് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ജിം റൂമിലേക്കാണ് കേട്ടോ. ജിമ്മിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇവിടെ താ നെയിലെ ട്രെഡ്മില്ല് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ ആൾ. അപ്പോൾ സോ അങ്ങനെ സ്ലോയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ട് ഹാലക്കും ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഹാലക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അതാ നമ്മൾ അടുത്ത പരിപാടി പൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അതാ പൂൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പൂളത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ആയത് കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അസോക്കൊക്കെ ഒന്ന് അതിൽ സ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇതാ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ഇതൊക്കെ കേക്കൊക്കെ ആൾ മുൻകൂട്ടി ഓർഡർ ആക്കിയിട്ട് എന്നെ സർപ്രൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോട്ടൽ സ്റ്റേനെ എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അസോക ഇങ്ങനെ ഒരു സർപ്രൈസ് ആണെങ്കിലും ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക്. മറ്റേത് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ സർപ്രൈസ് ആക്കലാണ്. ഇതിങ്ങനെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് സർപ്രൈസ് ആണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്താണ് ചെക്കൗട്ട് ചെയ്യാൻ പോയിട്ട് ഞങ്ങൾ ചെക്കൗട്ടിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരാളെ ഞങ്ങൾ അവിടെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ എന്താണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ. അടിപൊളി ഹോട്ടലാണ്. പിന്നെന്താണ് അപ്പോൾ എന്താ വീഡിയോ അതിൻ്റെ ഒപ്പനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെക്കും ബൈ.